നമസ്കാരം. സ്റ്റോക്ക് എക്സ്ട്രാ ഇൻകം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആൻസ്. കഴിഞ്ഞ വീഡിയോകളിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റിയും മനസ്സിലാക്കി. ഈ വീഡിയോയിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനികൾ അതിൻ്റെ ഓഹരിയെ എങ്ങനെ നിക്ഷേപകരുടെ മുൻപിൽ കൊണ്ടുവരുന്നു എന്ന് മനസ്സിലാക്കാം. ഇന്നത്തെ ടോപ്പിക്കാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ, അതായത് IPO. ഒരു കമ്പനി അതിൻ്റെ ഓഹരിയിൽ നിക്ഷേപകർക്ക് പങ്കാളിത്തം നൽകുന്നതിനായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്ന നടപടിക്രമത്തിനെയാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ അഥവാ IPO എന്ന് പറയുന്നത്. ഒരു കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്നത് കമ്പനിയുടെ വികസനത്തിനോ അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിപുലീകരണത്തിനോ കമ്പനിയുടെ അടിസ്ഥാനപരമായ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനോ ഇതുമല്ലെങ്കിൽ കമ്പനിക്കുള്ള കടം നികത്തുന്നതിനോ ആയിട്ട് വേണ്ടിവരുന്ന മൂലധനം സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ കമ്പനിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. കമ്പനികൾ എന്തിനാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം പൊതുജനത്തിന് നൽകാൻ താല്പര്യപ്പെടുന്നത്? IPOയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു സ്ഥാപനം എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതെല്ലാം ഘട്ടത്തിലൂടെയാണ് മൂലധന സമാഹരണം നടത്തുന്നതിന് ശേഷമാണ് പൊതുജനത്തിന് മുമ്പിൽ എത്തുന്നത് എന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിനായി, ഒരു വ്യക്തിക്ക് വിവിധ തരം ഡ്രസ്സുകൾ ഉണ്ടാക്കുന്ന ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സംരംഭം പൂർണ്ണമായും വിജയിക്കും എന്നുറപ്പുണ്ട്. തൻ്റെ പക്കലുള്ള എല്ലാ നിക്ഷേപങ്ങളും കൂട്ടിച്ചേർത്ത് ബിസിനസ്സിന് പ്ലാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ ഫാക്ടറിയും ടൗണിലൊരു കടയും തുടങ്ങാം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. എന്നാൽ ഇതിനെല്ലാം കൂടി തൻ്റെ പക്കലുള്ള നിക്ഷേപം തികയില്ല എന്നും മനസ്സിലാക്കി തൻ്റെ പ്ലാൻ വീട്ടുകാരോടും സുഹൃത്തുക്കളോടും പറഞ്ഞു. 2 സുഹൃത്തുക്കൾ ഈ വ്യക്തിയുടെ ബിസിനസ് പ്ലാൻ ഇഷ്ടപ്പെടുകയും ഈ സംരംഭത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. ഫിനാൻഷ്യൽ ടേമിൽ ഈ സുഹൃത്തുക്കളെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നു. പുതുതായി തുടങ്ങുന്ന സംരംഭത്തിൽ നിക്ഷേപം നടത്തുന്നവരെ ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറയും. ഈ തുക കടമായിട്ടല്ല, മറിച്ച് നിക്ഷേപം ആണ്. നിക്ഷേപത്തിന് പകരമായി സംരംഭത്തിന്റെ നിശ്ചിത ഉടമസ്ഥാവകാശം ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ പേരിൽ ഓഹരിയായി നൽകപ്പെടും. ബിസിനസ് പ്ലാൻ ചെയ്ത വ്യക്തിയെ പ്രൊമോട്ടർ എന്നും ഇൻവെസ്റ്റ് ചെയ്തവരെ പാർട്ട്നേഴ്സ് എന്നും പറയും. പ്രൊമോട്ടറും പാർട്ട്നേഴ്സും ചേർന്ന് സമാഹരിച്ച പണത്തിന് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. തുടക്കത്തിൽ സ്ഥാപനം ആരംഭിക്കുന്നതിനായി സ്വരൂപിച്ച ഫണ്ട് ആയിരിക്കും ആ സ്ഥാപനത്തിന്റെ മൂല്യം. ഈ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന്റെ ഓഹരിക്ക് മുഖവില നിർണയിക്കും. ആ മുഖവിലയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന്റെ മൊത്തം ഓഹരിയുടെ എണ്ണം നിശ്ചയിക്കുന്നു. ഒരു സ്ഥാപനത്തിന്റെ പരമാവധി ഓഹരികളെയാണ് ഓതറൈസ്ഡ് ഷെയർസ് എന്ന് പറയുന്നത്. നമുക്ക് ഉദാഹരണത്തിന് ഇവിടെ പ്രൊമോട്ടറും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും കൂടെ ചേർന്ന് 50 ലക്ഷം രൂപ സമാഹരിച്ചു എന്ന് കരുതാം. കമ്പനിയുടെ ഓഹരിയുടെ മുഖവിലയായി 5 രൂപ നിർണയിക്കുകയും അതിൻ പ്രകാരം കമ്പനിയുടെ മൂല്യമായ 50 ലക്ഷത്തിനെ 10 ലക്ഷം ഷെയർസ് ആയി ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. കമ്പനിക്ക് മൊത്തമായിട്ടുള്ള ഷെയർസിന്റെ എണ്ണം 10 ലക്ഷമാണ്. ഇതിൽ 30% ഓഹരി പ്രൊമോട്ടറിന്റെ പേരിലും 10% വീതം ഓഹരി ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ പേരിലും രേഖപ്പെടുത്തി. പ്രൊമോട്ടേഴ്സിന് നൽകുന്ന ഓഹരിയെ ഇഷ്യൂഡ് ഷെയർസ് എന്നും ബാക്കി വരുന്ന ഓഹരികളെ അലോട്ടഡ് ഷെയർസ് എന്നും പറയുന്നു. ഓഹരിയുടെ മുഖവിലയെ ഫേസ് വാല്യൂ എന്നും പറയുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സംരംഭം വളർന്ന് നല്ല വരുമാനം ലഭിച്ചു തുടങ്ങുകയും ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ കൂടുകയും ചെയ്യുമ്പോൾ സ്ഥാപകർ അടുത്ത ടൗണിലേക്ക് ഒരു കട തുടങ്ങാൻ തീരുമാനിച്ചു. ഈ ബിസിനസ് വളർച്ച കണ്ട് ആകർഷിക്കപ്പെട്ട ഒരു വ്യക്തി ബിസിനസ് വിപുലീകരിക്കാൻ ആവശ്യമായ പണം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പ്രൊമോട്ടേഴ്സിന് വാഗ്ദാനം ചെയ്യുന്നു. ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ വളർച്ചയുടെ ഭാഗമായി നിക്ഷേപം നടത്തുന്ന വ്യക്തികളെയോ സ്ഥാപനത്തിനെയോ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയും. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് മിച്ചമുള്ള ഓഹരിയിൽ നിന്നും നിക്ഷേപത്തിന് അനുപാതമായ ഓഹരികൾ നൽകപ്പെടും. വളർച്ചയുടെ ഭാഗമായി സ്ഥാപനത്തിന്റെ മൂല്യം 50 ലക്ഷത്തിൽ നിന്നും 2 കോടിയിലേക്ക് ഉയരുകയും ഇതിന്റെ ഭാഗമായി പ്രൊമോട്ടേഴ്സിന്റെ 30% ഓഹരി മൂല്യം 60 ലക്ഷമാകുകയും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഓഹരി മൂല്യം 20 ലക്ഷം വീതമാകുകയും ചെയ്യും. ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയുടെ ഭാഗമായി അതിന്റെ മൂല്യത്തിലുണ്ടാകുന്ന ഉയർച്ചയാണ് നിക്ഷേപകരെ ഓഹരിയിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നത്.
ആ സ്ഥാപനം കുറച്ച് വർഷങ്ങൾ കൊണ്ട് വളർന്നു വിജയിക്കുകയും ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ കൂടുകയും ചെയ്തപ്പോൾ കമ്പനി വിപുലീകരിക്കാൻ തീരുമാനിച്ചു. പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അതിനായി അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുവാനും പുതിയ ഫാക്ടറി, മെഷീനറികളിൽ പുതിയ കടകൾ എന്നിവ തുടങ്ങുന്നതിനായി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിനായി തീരുമാനിച്ചു. അടിസ്ഥാന വികസനത്തിന് ചിലവാക്കുന്ന പണത്തിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കമ്പനി വളർച്ചയുടെ ഭാഗമായി ഉൽപ്പന്നങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ആവശ്യക്കാർ കൂടി. വീണ്ടും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മൂലധനം ആവശ്യമായി വന്നു. എന്നാൽ ഇത്തവണ ബാങ്കിൽ നിന്നും കടമെടുക്കാൻ താല്പര്യമില്ല. പലിശ ഇനത്തിൽ ചെലവ് കൂടുന്നതാണ് കാരണം. ഇവിടെയാണ് പ്രൈവറ്റ് ഈക്വിറ്റി സ്ഥാപനങ്ങളുടെ സഹകരണം തേടുന്നത്. പ്രൈവറ്റ് ഈക്വിറ്റി ഫേം വലിയ നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കുന്നവരാണ്. ഇവർ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനോടൊപ്പം സമർത്ഥരായ ഉദ്യോഗസ്ഥരെ സ്ഥാപനത്തിൽ നിയോഗിക്കുകയും സ്ഥാപനത്തിൻ്റെ വളർച്ച വിലയിരുത്തുകയും ചെയ്യും. പ്രൈവറ്റ് ഈക്വിറ്റി ഫേം സ്ഥാപനത്തിൻ്റെ ഓഹരിയിൽ പങ്കുണ്ടാകുകയും ചെയ്യും. പ്രൈവറ്റ് ഈക്വിറ്റി നിക്ഷേപത്തിലൂടെ കമ്പനി വീണ്ടും വളർന്നു ഉൽപ്പന്നങ്ങൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് തൻ്റെ ഓഹരികൾ നൽകി നിക്ഷേപം തിരികെ എടുക്കാനും തീരുമാനിച്ചു. ചെറിയ സംരംഭത്തിൽ നിന്നും ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു കമ്പനിയായി മാറുകയും അതിൻ്റെ ഭാഗമായി മൂലധനത്തിൻ്റെ ആവശ്യം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കമ്പനി അതിൻ്റെ ഓഹരിയിൽ പൊതുജനത്തിന് നിക്ഷേപിക്കുന്നതിനായി സ്റ്റോക്ക് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരാശയം ഒരു ചെറിയൊരു സ്ഥാപനമായി വളരുകയും അവിടെ നിന്ന് വലിയൊരു ബ്രാൻഡഡ് കമ്പനിയായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ചെറിയ കമ്പനിയിൽ നിന്നും വലിയൊരു കമ്പനിയാകുകയും മൂലധനത്തിൻ്റെ ആവശ്യത്തിൻ്റെ പലവിധ ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണും എന്തിനാണ് ഒരു കമ്പനി ഇനിഷ്യൽ പബ്ലിക് ഓഫർ പൊതുജനത്തിന് മുമ്പിൽ നൽകുന്നതെന്ന്. അപ്പോൾ ഇനി ഇനിഷ്യൽ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ ഒരു IPOയുടെ പ്രോസസ്സ്, അതിൻ്റെ പ്രവർത്തന രീതികൾ, ഒരു കമ്പനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് ഒരു IPO കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ആദ്യമായി ഒരു കമ്പനിക്കുണ്ടാകേണ്ട യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. IPO വഴി ലഭിക്കുന്ന ആ നിക്ഷേപം, അതിനാണ് പെയ്ഡ് അപ്പ് ഈക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പെയ്ഡ് അപ്പ് ഈക്വിറ്റി ക്യാപിറ്റൽ 10 കോടിയേക്കാളും കൂടുതലായിരിക്കണം. രണ്ടാമത്തത്, കഴിഞ്ഞ 3 വർഷത്തിൻ്റെ വളർച്ചാ നിരക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്നാണ്. മൂന്നാമത്തത്, കമ്പനീസ് ആക്ട് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് എന്നീ 3 നിയമങ്ങൾ യഥാക്രമം നിയമാനുസൃതമായി പാലിക്കുകയും നിയമത്തിനനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കമ്പനി ആയിരിക്കണം. 4, മറ്റു സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നോ യാതൊരുവിധ ശിക്ഷണ നടപടികളും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കമ്പനി ആയിരിക്കണം. അതായത് മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് യാതൊരു ശിക്ഷണ നടപടികളും ലഭിച്ചിട്ടില്ലാത്ത ഒരു കമ്പനി ആയിരിക്കണം. ഇനി IPO പ്രോസസ്സ് ചെയ്യുന്ന സ്റ്റെപ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഒരു മർച്ചൻറ്റ് ബാങ്കറെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്ലൈ ടു സെബി വിത്ത് രജിസ്ട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. IPOയ്ക്ക് വേണ്ടി സെബിയിൽ രജിസ്റ്റർ ചെയ്യുക. മൂന്നാമത്തത്, സെബിയിൽ നിന്ന് ഒരു അപ്രൂവലിന് വേണ്ടി, അതായത് IPO നമുക്ക് പ്രോസസ്സ് ചെയ്യാം, അതിനായി മുന്നോട്ട് പോകാം എന്നോ അല്ലെങ്കിൽ ഇതിൽ തിരുത്തലുകൾ ആവശ്യമാണ് എന്നോ ഒരു കൺസെൻറ്റ് സെബിയിൽ നിന്ന് ലഭിക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പം അടുത്ത സ്റ്റെപ്പ്, ഇഷ്യൂ ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. ഈ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്താണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തിൽ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം മാർക്കറ്റ് IPO, അതായത്
IPO ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പത്രങ്ങളിൽ കൂടിയും TV ചാനലുകളിൽ കൂടിയും മറ്റു പലവിധ അഡ്വർടൈസിങ് രീതികളിൽ കൂടെ ഇത് പൊതുജനത്തിന് മുമ്പിൽ ഈ ന്യൂസ് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്തതായി ഫിക്സ് ദ പ്രൈസ് ബാൻഡ്. IPO മാർക്കറ്റിംഗ് എല്ലാം കഴിഞ്ഞ് സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും മറ്റു വിദഗ്ധരുടെ ഇടയിൽ നിന്നും ലഭിച്ച പ്രതികരണത്തിൻ്റെ ഭാഗമായി ഓഹരിയുടെ വില നിശ്ചയിക്കുകയാണ് ഫിക്സ് ദ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. അതിനുശേഷം ബുക്ക് ബിൽഡിംഗ്. ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പ്രൈസ് നൽകുന്നതിന് പകരം ഒരു പ്രൈസ് റേഞ്ച് നൽകി ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് താല്പര്യമുള്ള പ്രൈസിൽ ഷെയർ ബുക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിൽ സ്റ്റോക്കിൻ്റെ വില ഏത് പ്രൈസിലാണ് ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്യുന്നത് ആ പ്രൈസിൽ പിന്നീട് സ്റ്റോക്ക് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് ക്ലോഷർ. ആദ്യത്തെ മുമ്പത്തെ പറഞ്ഞതുപോലെ ഏത് പ്രൈസിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഷെയറുകൾ ബുക്ക് ചെയ്യുന്നോ ആ പ്രൈസിൽ ഇൻവെസ്റ്റേഴ്സിന് വിധിച്ചു നൽകുകയും ആ ബുക്ക് ബിൽഡിംഗ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ലിസ്റ്റിംഗ് ഡേ എന്ന് പറഞ്ഞാൽ IPO ഇഷ്യൂ ചെയ്ത് അതായത് ഇൻവെസ്റ്റേഴ്സിന് ഷെയറുകളെല്ലാം പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യമായി ട്രേഡിങ്ങിന് രജിസ്റ്റർ ചെയ്യുന്ന ആ ദിവസത്തേക്കാണ് ലിസ്റ്റിംഗ് ഡേ എന്ന് പറയുന്നത്. ഒരു മർച്ചൻറ്റ് ബാങ്കറെ അപ്പോയിൻറ്റ് ചെയ്യുന്നോടം തൊട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്റ്റോക്ക് രജിസ്റ്റർ ചെയ്യുന്ന ആ ദിവസം വരെയുള്ള പലവിധ സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ലഘുരേഖയാണ്. കമ്പനിയുടെ പൂർണ്ണ വിവരങ്ങൾ നിക്ഷേപകരുടെ മുമ്പിൽ വളരെ ആകർഷിക്കുന്ന വിധത്തിൽ നൽകുന്ന ഒരു ലഘുരേഖേനയാണ് ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഒരു നിക്ഷേപകൻ എന്ന രീതിയിൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ IPO ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ അറിയുന്നതിന് ഈ പ്രോസ്പെക്ടസ് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഈ പ്രോസ്പെക്ടസ് എന്ത് ഒക്കെയാണ് പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഉൾപ്പെടുന്നത് എസ്റ്റിമേറ്റഡ് സൈസ് ഓഫ് IPO, അതായത് എത്രത്തോളം നിക്ഷേപമാണ് ഈ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നാണ് ആദ്യത്തേത്. പിന്നെ എത്രത്തോളം ഷെയർസാണ് പൊതുജനത്തിന് നിക്ഷേപത്തിനായി നൽകുന്നതെന്ന്. അടുത്തത് നിക്ഷേപം വഴി ലഭിക്കുന്ന പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുവെന്നും അത് എത്ര പഴക്കത്തോടു കൂടി ആ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കും എന്നുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി കമ്പനിയുടെ വരവ് ചെലവ് വരുമാന വിവരങ്ങൾ അറിയുന്നതിനും കമ്പനിയുടെ മുൻകാലത്തിലെ ലാഭനഷ്ട വിവരങ്ങൾ അറിയുന്നതിനും കമ്പനിയുടെ സ്ഥാപകർ മാനേജ്മെൻറ്റ് അവരുടെ വീക്ഷണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഈ കമ്പനിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന റിസ്ക് എത്രത്തോളമാണെന്ന് ഈ ഒരു പ്രോസ്പെക്ടസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തതായി മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് അവർ IPO ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കുകയും കമ്പനി കൃത്യതയോട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. അടുത്തത് ജനങ്ങളുടെ ഇടയിൽ പബ്ലിക്കിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ലഘുരേഖ, ആ പ്രോസ്പെക്ടസ് ഉണ്ടാക്കുന്നത് മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ ജോലിയാണ്. മൂന്നാമത്തത് അണ്ടർ റൈറ്റ് ഷെയർസ്. അണ്ടർ റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ മർച്ചൻറ്റ് ബാങ്കറും IPO ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയും തമ്മിൽ ഉള്ള ഒരു കോൺട്രാക്റ്റാണ്. അതായത് IPO ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ഓഹരികൾ പൂർണ്ണമായും മർച്ചൻറ്റ് ബാങ്കർ സ്വീകരിക്കുകയും ആ ഷെയറുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി പബ്ലിക്കിന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുള്ള ഒരു എഗ്രിമെൻ്റാണ്. അടുത്തത്
പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. IPO വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാത്തരം അഡ്വർടൈസ്മെൻറ്റും മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് നടത്തപ്പെടുന്നത്. മർച്ചൻറ്റ് ബാങ്കേഴ്സാണ് ഈ IPO ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയായി ഒരു രജിസ്ട്രാറിനെയും മറ്റ് ബാങ്കേഴ്സിനെയും അഡ്വർടൈസിങ് ഏജൻസികളെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് നോക്കാം. എന്തിനാണ് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് നമ്മളൊന്ന് മനസ്സിലാക്കിയതാണ്, എന്തിനാണ് ഒരു കമ്പനി പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനി ആവാൻ ശ്രമിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഒരു കമ്പനി എന്തിനാണ് പൊതുജനത്തിന് മുമ്പിൽ നിക്ഷേപത്തിന് തുറന്നു കൊടുക്കുന്നതെന്ന്. ഒന്നാമത്തേതായി റേസിംഗ് ഫണ്ട് ടു മീറ്റ് ദി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പിന്നെ അവോയ്ഡ് ഡെറ്റ്, കടം കുറയ്ക്കുന്നതിനും പിന്നെ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവർക്ക് തിരിച്ചു നൽകേണ്ട തുക നൽകുന്നതിനും, കമ്പനിയുടെ എംപ്ലോയീസിനെ ജോലിക്കാർക്ക് ശമ്പളം കൂടാതെ മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്നതിനും, പിന്നെ കമ്പനിയുടെ ബ്രാൻഡിൻ്റെ മൂല്യം ഉയർത്തുന്നതിനുമൊക്കെ ആയിട്ടാണ് പൊതുവായിട്ടും കമ്പനികൾ പബ്ലിക് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഒരു നിക്ഷേപകൻ എന്ന രീതിയിൽ നമ്മൾ ഓരോ IPOയും എങ്ങനെ ആ കമ്പനിയുടെ IPOയെ വിശകലനം ചെയ്യണം എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് അതാത് കമ്പനികളുടെ കഴിഞ്ഞ കാല പെർഫോമൻസും കഴിഞ്ഞ കാലങ്ങളിൽ ആ കമ്പനി നൽകിയ വളർച്ചയെക്കുറിച്ചും പഠിക്കണം. ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ, ആ കമ്പനിയുടെ സർവീസുകൾ എത്രത്തോളം പൊതുജനത്തിൽ ആവശ്യമുള്ളതാണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ എത്രത്തോളം ഡിമാൻഡ് ഉള്ളതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കമ്പനിയുടെ ഭാവി പ്രൊജക്റ്റുകൾ, കമ്പനിയുടെ പൂർണ്ണ ഫിനാൻസ് ഇൻഫർമേഷൻ, അതായത് കമ്പനിയുടെ അസറ്റുകൾ, കമ്പനിക്ക് എന്തെങ്കിലും ലയബിലിറ്റീസ് ഇവയൊക്കെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ IPO വഴി ലഭിക്കുന്ന പെയ്ഡപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ആ വിവരണം പൂർണ്ണമായും മനസ്സിലാക്കുക. ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, നിക്ഷേപണം നടത്തി കഴിഞ്ഞാൽ അത് എത്രത്തോളം സുതാര്യമാണെന്നും നമ്മുടെ നിക്ഷേപത്തിന് എത്രത്തോളം ഉറപ്പുണ്ടാകുമെന്നും നമ്മുടെ നിക്ഷേപത്തിന് എത്രത്തോളം റിസ്ക് ഉണ്ടെന്നും നമ്മൾ വിലയിരുത്തുക. ഇവയെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ആ കമ്പനിയിൽ നമ്മൾ നിക്ഷേപത്തിന് സാഹചര്യം ഉണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനിഷ്യൽ പബ്ലിക് ഓഫർ, അതായത് IPO എന്താണെന്നും ഒരു കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുവെന്നും IPO പ്രോസസ്സിംഗ് എങ്ങനെ ഒരു കമ്പനി ചെയ്യുന്നുവെന്നും ഒരു നിക്ഷേപകൻ എന്ന രീതിയിൽ ഒരു കമ്പനിയുടെ IPOയെ എങ്ങനെ വിലയിരുത്തണമെന്നും മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. IPOയെക്കുറിച്ചുള്ള ഈ വീഡിയോ അല്പം ദൈർഘ്യമേറിയതാണെന്നറിയാം. എന്നാലും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത വീഡിയോയിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആർക്കൊക്കെ നിക്ഷേപിക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു.